2 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം. അതിൻ്റെ ശേഷം അമ്മോന്യരുടെ രാജാവ് മരിച്ചു. അവൻ്റെ മകനായ ഹാനൂൻ അവനു പകരം രാജാവായി. അപ്പോൾ ദാവീദ് ഹാനൂൻ്റെ അപ്പനായ നാഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവൻ്റെ മകന് ഞാനും ദയ ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ തൻ്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ദാവീദിൻ്റെ ഭൃത്യന്മാർ അമ്മോന്യരുടെ ദേശത്തെത്തിയപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനനായ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ അടുക്കൽ അയച്ചതെന്ന് തോന്നുന്നുവോ? പട്ടണത്തെ ശോധന ചെയ്ത് ഒറ്റുനോക്കുവാനും അതിനെ നശിപ്പിച്ചു കളവാനും അല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിൻ്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചിരപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ച് അവരെ അയച്ചു. ദാവീദ് രാജാവ് അതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നത് കൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ച്, നിങ്ങളുടെ താടി വളരും വരെ യെരിഹോവിൽ താമസിപ്പിൻ, പിന്നെ മടങ്ങി വരാമെന്ന് പറയിച്ചു. തങ്ങൾ ദാവീദിന് വെറുപ്പുള്ളവരായി തീർന്നെന്ന് അമ്മോന്യർ കണ്ടപ്പോൾ അവർ ആളയച്ച് ബെത്ത് രഹോബിലെ അരാമ്യരിൽ നിന്നും സോബയിലെ അരാമ്യരിൽ നിന്നും 20,000 കാലാളുകളെയും 1000 പേരുമായി മാഗാ രാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്ക് വരുത്തി. ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും ശൂരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമ്മോന്യരും പുറപ്പെട്ട് പട്ടണവാതിക്കൽ പടയ്ക്ക് അണിനിരന്നു. എന്നാൽ സോബയിലെയും രഹോബിലെയും അരാമ്യരും തോബിയരും മാഗ്യരും തനിച്ച് വെളിമ്പ്രദേശത്തായിരുന്നു. തൻ്റെ മുമ്പിലും പിമ്പിലും പട നിരന്നിരിക്കുന്നെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിൻ്റെ സകല വീരന്മാരിൽ നിന്നും ഒരു കൂട്ടത്തെ തിരഞ്ഞെടുത്ത് അരാമ്യരുടെ നേരെ അണിനിരത്തി. ശേഷം പടജനത്തെ അമ്മോന്യരുടെ നേരെ നിരത്തേണ്ടതിന് തൻ്റെ സഹോദരനായ അബീശായെ ഏൽപ്പിച്ച് അവനോട്, അരാമ്യർ എൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമ്മോന്യർ നിൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ വന്ന് നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്കുക. നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്കിഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടക്കെടുത്തു. അവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അബീശായുടെ മുമ്പിൽ നിന്നോടി പട്ടണത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരെ വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് അരാമ്യർ കണ്ടിട്ട് അവർ ഒന്നിച്ചുകൂടി. ഹദദേസർ ആളയച്ച് നദിക്ക് അക്കരെയുള്ള അരാമ്യരെ വരുത്തി. അവർ ഹേലാമിലേക്ക് വന്നു. ഹദദേസറിൻ്റെ സേനാപതിയായ ശോബക്ക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലിനെയും കൂട്ടി വരുത്തി യോർദാൻ കടന്ന് ഹേലാമിൽ എത്തിച്ചേർന്നു. എന്നാൽ അരാമ്യർ ദാവീദിന് നേരെ അണിനിരന്ന് പടയേറ്റു. അരാമ്യർ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് അരാമ്യരിൽ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും കൊന്നു. അവരുടെ സേനാപതിയായ ശോബക്കിനെയും വെട്ടിക്കൊന്നു. എന്നാൽ ഹദദേസറിൻ്റെ ആശ്രിതന്മാരായ സകല രാജാക്കന്മാരും തങ്ങൾ ഇസ്രായേലിനോട് തോറ്റെന്ന് കണ്ടിട്ട് ഇസ്രായേലുമായി സന്ധി ചെയ്തവരെ സേവിച്ചു. അതിൽ പിന്നെ അമ്മോന്യർക്ക് സഹായം ചെയ്യുവാൻ അരാമ്യർ ഭയപ്പെട്ടു.